തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചില വിദ്യാർത്ഥിനികൾ അവർ അവിടുത്തെ പ്രിൻസിപ്പളിന് ഒരു കത്ത് കൊടുത്തു. എന്താണ് കത്തിന്റെ സാരാംശം? അവർ സർജറി ചെയ്യുന്ന സമയത്തും മറ്റുമൊക്കെ അവരുടെ പഠന സമയത്തിൻ്റെ അകത്ത് തന്നെ അവർക്ക് തല മറക്കുന്ന, അതുപോലെ തന്നെ കൈ മുഴുവനായിട്ടും മറയുന്ന ലോകത്ത് അംഗീകൃതമായ വസ്ത്രം ധരിക്കണം എന്നതായിരുന്നു അവരുടെ ആവശ്യം. ആ ആവശ്യം ഉയർന്ന ഉടനെ തന്നെ പല നിലക്കുള്ള ചർച്ചകൾ വന്നു. അങ്ങനെ ഒരു മുസ്ലിം ആവശ്യപ്പെട്ടാൽ തന്നെ അവൻ മതനിരപേക്ഷക്ക് പുറത്തുപോയി. അങ്ങനെ ഒരു മുസ്ലിം ആവശ്യപ്പെട്ടാൽ തന്നെ, അങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചാൽ തന്നെ ഇവിടുത്തെ സോഷ്യൽ ഫാബ്രിക് ആകെ തകർന്നു എന്നൊക്കെ പറഞ്ഞ് വർഗീയത, താലിബാനിസം എന്നൊക്കെ പറയുന്നവർ അവരൊരു ചർച്ചയിൽ ഉന്നയിക്കുന്ന ഭാഗം നമുക്കൊന്ന് കേൾക്കാം. പോവുകയാണ്, ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താണ് അവിടുത്തെ പരിഗണന? അവിടുത്തെ പരിഗണന എന്ന് പറയുന്നത് രോഗിയുടെ ആരോഗ്യത്തിനാണ്, അല്ലാതെ ഡോക്ടറുടെ മതവിശ്വാസത്തിനല്ല. രോഗിയുടെ സുരക്ഷയ്ക്കും സുരക്ഷിതത്വത്തിനുമാണ്, അല്ലാതെ ഈ പറയുന്ന ഡോക്ടറുടെ മതവിശ്വാസത്തിനോ ആചാരത്തിനോ അല്ല. ഹൈജീനും സ്റ്റെറിലൈസേഷനുമാണ്, അതല്ലാതെ ഈ ഡോക്ടറുടെ മതവിശ്വാസത്തിനല്ല. നമ്മൾ അങ്ങനെ ഒരു അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ട്രൂ സെക്യുലർ സ്ഥലമാണ്. അവിടെ ഒരു മതചിഹ്നങ്ങളും പ്രദർശിപ്പിക്കേണ്ടുന്ന കാര്യമില്ല, അതൊരു മതാചാര പ്രകാരം നടത്തപ്പെടേണ്ടുന്ന കാര്യവുമല്ല. അവിടെ നടത്തുന്നത് ശാസ്ത്രീയമായ രീതിയിലുള്ള പരിശോധനകളാണ്. അവിടെ എന്തെങ്കിലും ഒരു രോഗത്തിനുള്ള ഒരു ഡയഗ്നോസിസ് ആണ്, അതല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് ആണ്. അത് നടക്കുന്ന സമയത്ത് മതചിഹ്നങ്ങൾക്ക് എന്താണ് അവിടെ പ്രസക്തി? മതത്തിനോ മതചിഹ്നങ്ങൾക്കോ ഒരു പ്രസക്തിയുമില്ല. കേട്ടോ, ഇത് കേട്ടപ്പോൾ നമുക്ക് എന്താ തോന്നിയത്? ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നുക ഡോക്ടർ ആവശ്യപ്പെട്ടത് രോഗിയെ അവിടെ നിർത്തി സംസം വെള്ളം കൊടുത്തിട്ട് രോഗിയെ ചികിത്സിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഇനി ഡോക്ടർ പറയാണ് ഞങ്ങൾ ആ രോഗിയെ സർജറി ചെയ്യുന്നതിന് മുമ്പ് ഒരു യാസീന് മുഴുവൻ ഓതിയിട്ട് സർജറി ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു എന്നാണ് ഇദ്ദേഹം ആഖ്യാനിക്കുന്നതും കൊണ്ടുവരുന്നതും കണ്ടാൽ തോന്നുക. എന്താ പറഞ്ഞത്? സർജിക്കൽ റൂമിലേക്ക് പോകുമ്പോൾ രോഗിയുടെ പരിരക്ഷ, അതുപോലെ തന്നെ ഇൻഫെക്ഷൻ ബാധിക്കാതിരിക്കൽ, ഇതിനൊക്കെയാണ് മുൻഗണന കൊടുക്കേണ്ടത്. ഒരു മുസ്ലിം സ്ത്രീ ലോകത്തെമ്പാടും അംഗീകരിക്കപ്പെട്ടതുപോലെ തലയും അതുപോലെ തന്നെ കൈയും മറയുന്ന രൂപത്തിൽ ഒരു വസ്ത്രം ധരിച്ചാൽ ഇതിനൊന്നും യഥാർത്ഥത്തിൽ കോട്ടാൻ പറ്റുന്നില്ല. ആ അവകാശം ചോദിക്കുമ്പോൾ എന്നിട്ട് അയാൾ പറയുന്ന ന്യായം എന്താണ്? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ട്രൂ സെക്കുലർ സ്പേസ് ആണ്. അതിന്റെ മറുഭാഗം എന്താണ്? ഒരു മുസ്ലിം അവന്റെ വേഷധാരിയിൽ അവിടേക്ക് പ്രത്യക്ഷപ്പെട്ടാൽ സെക്കുലറിസം പൊളിയുമെന്നാണ്. അങ്ങനെ ഒരു സെക്കുലറിസം ഇന്ത്യ രാജ്യത്തിന് ഇല്ല എന്നാണ് ഈ ഡയലോഗ് നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്.